ഹലോ സ്റ്റുഡൻസ്, റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ്ങും എന്ന ഈ മോഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് റെഫ്രിജറേറ്ററുകൾ, ബോട്ടിൽ കൂളറുകൾ, വിസിബിൾ കൂളറുകൾ, ഡീപ് ഫ്രീസറുകൾ, വിൻഡോ എ സികൾ കൂടാതെ സ്പ്ലിറ്റ് എ സികൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള കണ്ടൻസറുകളുമായി എങ്ങനെ പരിചയത്തിലാകാം എന്നാണ്. ഒബ്ജക്റ്റീവ്സ്. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾ ഇവയ്ക്ക് പ്രാപ്തരാകും. ഒരു റെഫ്രിജറേറ്ററിന്റെ കണ്ടൻസർ തിരിച്ചറിയാൻ, ഒരു ബോട്ടിൽ കൂളറിന്റെ കണ്ടൻസർ തിരിച്ചറിയാൻ, ഒരു വിസിബിൾ കൂളറിന്റെ കണ്ടൻസർ തിരിച്ചറിയാൻ, ഒരു ഡീപ് ഫ്രീസറിന്റെ കണ്ടൻസർ തിരിച്ചറിയാൻ, ഒരു വിൻഡോ എ സി കൂടാതെ സ്പ്ലിറ്റ് എ സിയുടെ കണ്ടൻസർ തിരിച്ചറിയാൻ. നമുക്കിനി റെഫ്രിജറേറ്ററുകൾ, ബോട്ടിൽ കൂളറുകൾ, വിസിബിൾ കൂളറുകൾ, ഡീപ് ഫ്രീസറുകൾ, വിൻഡോ എ സികൾ കൂടാതെ സ്പ്ലിറ്റ് എ സികൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള കണ്ടൻസറുകളുമായി പരിചയത്തിലാകാൻ ആവശ്യമായ ടൂളുകൾ, എക്യുപ്മെന്റുകൾ കൂടാതെ കൺസ്യൂമബിളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടൂൾസ്, എക്യുപ്മെന്റ്സ് ആൻഡ് കൺസ്യൂമബിൾസ്. ട്രെയിനീസ് ടൂൾ കിറ്റ്. Oil can, refrigerator condenser, bottle cooler condenser, visible cooler condenser, deep freezer condenser, window AC and split AC condenser, cotton cloth, oil. ഇനി നമുക്ക് റെഫ്രിജറേറ്ററുകൾ, ബോട്ടിൽ കൂളറുകൾ, വിസിബിൾ കൂളറുകൾ, ഡീപ് ഫ്രീസറുകൾ, വിൻഡോ എ സികൾ കൂടാതെ സ്പ്ലിറ്റ് എ സികൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള കണ്ടൻസറുകളുമായി പരിചയത്തിലാകാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടാസ്ക് 1. ഒരു റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന കണ്ടൻസർ ഏത് തരത്തിലുള്ളതാണെന്ന് തിരിച്ചറിയുക. വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുക. ഒരു ടേബിളിൽ രേഖപ്പെടുത്തുക. സ്റ്റാറ്റിക് അല്ലെങ്കിൽ സ്റ്റേഷനറി കണ്ടൻസർ കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ട്യൂബിംഗ് കൊണ്ടുണ്ടാക്കിയ ഒരു സെറ്റ് ഓഫ് കോയിലുകൾ ഉള്ള കണ്ടൻസർ ആണ്. ഇത് സാധാരണയായി റെഫ്രിജറേറ്ററിന്റെ പുറകിലോ താഴെയോ ആണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ നാച്ചുറൽ കൺവെൻഷനിലൂടെയും റേഡിയേഷനിലൂടെയുമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരു റെഫ്രിജറേറ്ററിലെ സ്റ്റാറ്റിക് കണ്ടൻസറിന്റെ വർക്കിംഗ് പ്രൊസീജിയർ. ഹീറ്റ് ഡിസിപ്പേഷൻ. റെഫ്രിജറന്റ് വേപ്പർ ഹീറ്റ് പുറത്തേക്ക് റിലീസ് ചെയ്തുകൊണ്ട് ഫ്രിഡ്ജ് കോയിലുകൾ കണ്ടൻസ് ചെയ്യും. കണ്ടൻസേഷൻ പ്രോസസ്. ചുറ്റുപാടും ലിക്വിഫാക്ഷൻ നടക്കാൻ വേണ്ടി ഹീറ്റ് റിലീസ് ചെയ്തുകൊണ്ട് റെഫ്രിജറന്റ് ഫ്രിഡ്ജ് കോയിലുകളിൽ കണ്ടൻസ് ചെയ്യും. ഹീറ്റ് എക്സ്ചേഞ്ച്. ലിക്വിഫാക്ഷനെ സഹായിച്ചുകൊണ്ട് ചുറ്റുപാടുമുള്ള വായുവിലേക്ക് റെഫ്രിജറേറ്ററിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. എക്സ്പാൻഷനും കൂളിംഗും. കുറഞ്ഞ പ്രഷർ കാരണം റെഫ്രിജറന്റ് വാൽവിലൂടെ കടക്കുകയും എക്സ്പാൻഡും കൂളും ആകുന്നു. കൂളിംഗിനുള്ള എവാപ്പറേഷൻ. കോയിലുകളിലെ തണുത്ത റെഫ്രിജറന്റ് ഇന്റീരിയർ ഹീറ്റും കൂളിംഗ് കണ്ടന്റുകളും അബ്സോർബ് ചെയ്യും. സർക്കുലേഷനും റിപ്പീറ്റഡ് സൈക്കിളുകളും. ഫ്രിഡ്ജിന് ആവശ്യമായ കൂളിംഗ് ടെമ്പറേച്ചർ നിലനിർത്താൻ റെഫ്രിജറന്റ് തുടർച്ചയായി റിപ്പീറ്റഡ് സൈക്കിളിൽ സർക്കുലേറ്റ് ചെയ്യും. ടാസ്ക് 2. ഒരു ബോട്ടിൽ കൂളറിൽ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടൻസർ ഏത് തരത്തിലുള്ളതാണെന്ന് തിരിച്ചറിയുക. വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുക. ഒരു ടേബിളിൽ രേഖപ്പെടുത്തുക. ബോട്ടിൽ കൂളറിന് കമേഴ്ഷ്യൽ സെറ്റിംഗുകളിൽ കൂടുതൽ എഫിഷ്യന്റ് ആയ കൂളിംഗ് ആവശ്യമായതിനാൽ സാധാരണ ഒരു ഫോഴ്സ്ഡ് എയർ കണ്ടൻസർ ആണ് ഉപയോഗിക്കുന്നത്. ഒരു ബോട്ടിൽ കൂളറിലെ ഫോഴ്സ്ഡ് എയർ കണ്ടൻസറിന്റെ വർക്കിംഗ് പ്രൊസീജിയർ. ഹീറ്റ് ഡിസിപ്പേഷൻ. ഒരു ബോട്ടിൽ കൂളറിന്റെ കംപ്രസർ റെഫ്രിജറന്റിനെ ഹൈ പ്രഷർ വേപ്പറാക്കി മാറ്റും. കണ്ടൻസേഷൻ പ്രോസസ്. ഫോഴ്സ്ഡ് എയർ കണ്ടൻസർ ഹൈ പ്രഷർ വേപ്പർ സ്വീകരിക്കും. ഹീറ്റ് എക്സ്ചേഞ്ച് വേഗത്തിലാക്കുകയും ചെയ്യും. ഹീറ്റ് ട്രാൻസ്ഫറും കൂളിംഗും. കോയിൽ പാസേജ് ഫോഴ്സ്ഡ് എയർ സർക്കുലേഷന്റെ സഹായത്താൽ ഹീറ്റ് റിലീസ് ചെയ്യും. റെഫ്രിജറന്റ് കണ്ടൻസ് ചെയ്യും.
എക്സ്പാൻഷനും കൂളിംഗും. റെഫ്രിജറന്റ് വാൽവിലൂടെ കടക്കുമ്പോൾ പ്രഷർ കുറവായതിനാൽ എക്സ്പാൻഡ് ചെയ്യുകയും അധികമായി കൂളാവുകയും ചെയ്യും. കൂളിംഗിനുള്ള എവാപ്പറേഷൻ. കോയിലുകളിലെ തണുത്ത റെഫ്രിജറന്റ് കൂളർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കണ്ടന്റുകളിലെ ഹീറ്റ് അബ്സോർബ് ചെയ്യും. സർക്കുലേഷനും കണ്ടിന്യൂസ് കൂളിംഗ് സൈക്കിളും. അതിലെ കണ്ടന്റുകൾ തണുപ്പിച്ചുകൊണ്ട് ബോട്ടിൽ കൂളറിലെ ടെമ്പറേച്ചർ നിലനിർത്താൻ റെഫ്രിജറന്റ് സർക്കുലേറ്റ് ചെയ്യും. ടാസ്ക് 3. വിസിബിൾ കൂളറിൽ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടൻസർ ഏത് തരത്തിലുള്ളതാണെന്ന് തിരിച്ചറിയുക. വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുക. ഒരു വിസിബിൾ കൂളറിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കണ്ടൻസർ എയർ കൂൾഡ് കണ്ടൻസർ ആണ്. ഈ കണ്ടൻസർ റെഫ്രിജറന്റിൽ നിന്നും ആംബിയന്റ് എയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു കൂൾഡ് എയർ കണ്ടൻസറിന്റെ വർക്കിംഗ് പ്രൊസീജിയർ. റെഫ്രിജറന്റിന്റെ ഫ്ലോ. റെഫ്രിജറന്റ് അതിന്റെ വാതകാവസ്ഥയിൽ സിസ്റ്റത്തിൽ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്ത് കണ്ടൻസറിലേക്ക് കടക്കും. ഹീറ്റ് എക്സ്ചേഞ്ച്. കണ്ടൻസർ കോയിലുകൾ റെഫ്രിജറന്റിന്റെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ ചുറ്റുപാടുമുള്ള എയർ ഉപയോഗിക്കും. കണ്ടൻസേഷൻ. ഹീറ്റ് എക്സ്ചേഞ്ച് ടെമ്പറേച്ചറും പ്രഷറും കുറച്ചുകൊണ്ട് റെഫ്രിജറന്റിനോട് കണ്ടൻസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. കളക്ട് ചെയ്യലും സ്റ്റോർ ചെയ്യലും. കളക്ട് ചെയ്ത ലിക്വിഡ് റെഫ്രിജറന്റ് കുറഞ്ഞ പ്രഷറിലും തണുത്ത അവസ്ഥയിലും സിസ്റ്റത്തിൽ തിരിച്ചു കയറും. എയർ ഫ്ലോ. എഫക്റ്റീവായ ഹീറ്റ് ഡിസിപ്പേഷനു വേണ്ടി ഫാനുകൾ അല്ലെങ്കിൽ ബ്ലോവറുകൾ എയർ ഫ്ലോ വർദ്ധിപ്പിക്കും. സൈക്കിളിന്റെ കണ്ടിന്യൂവേഷൻ. ലിക്വിഫൈഡ് റെഫ്രിജറന്റ് സിസ്റ്റത്തിൽ തിരിച്ചു കയറും. ഹീറ്റും എവാപ്പറേറ്ററും അബ്സോർബ് ചെയ്യാൻ തയ്യാറാകും. ടാസ്ക് 4. ഡീപ് ഫ്രീസറിൽ ഉപയോഗിക്കുന്ന കണ്ടൻസർ ഏത് തരത്തിലുള്ളതാണെന്ന് തിരിച്ചറിയുക. വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുക. ഒരു ടേബിളിൽ രേഖപ്പെടുത്തുക. ഡീപ് ഫ്രീസറിൽ സർവ്വസാധാരണയായി ഉപയോഗിക്കുന്ന കണ്ടൻസർ ഫിൻഡ് ട്യൂബ് അല്ലെങ്കിൽ വയർ ഓൺ ട്യൂബ് കണ്ടൻസർ ആണ്. ചില കേസുകളിൽ പ്ലേറ്റ് ടൈപ്പ് കണ്ടൻസറുകളും ഉപയോഗിക്കാറുണ്ട്. ഒരു ഡീപ് ഫ്രീസറിൽ ഉപയോഗിക്കുന്ന കണ്ടൻസറിന്റെ വർക്കിംഗ് പ്രൊസീജിയർ. റെഫ്രിജറന്റ് ഫ്ലോ. കംപ്രസറിൽ നിന്നുള്ള ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ റെഫ്രിജറന്റ് വേപ്പർ കണ്ടൻസറിൽ പ്രവേശിക്കും. ഹീറ്റ് എക്സ്ചേഞ്ച്. എഫിഷ്യന്റ് സർഫേസ് കോണ്ടാക്റ്റിനായി നിർമ്മിച്ചിരിക്കുന്ന കണ്ടൻസർ വേപ്പർ ഹീറ്റ് പുറപ്പെടുവിക്കും. കണ്ടൻസേഷൻ. വേപ്പർ ലിക്വിഡ് ഫേസിലേക്ക് മാറ്റിക്കൊണ്ട് റെഫ്രിജറന്റ് ഹീറ്റ് പുറപ്പെടുവിക്കും. കളക്ഷനും സ്റ്റോറേജും. കളക്ട് ചെയ്ത കൂളർ റെഫ്രിജറന്റ് റിസീവർ അല്ലെങ്കിൽ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. എഫിഷ്യന്റ് ഹീറ്റ് ഡിസിപ്പേഷൻ. കണ്ടൻസറിന്റെ ഡിസൈൻ ഡീപ് ഫ്രീസറുകളുടെ ലോ ടെമ്പറേച്ചറിലുള്ള ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ ആവശ്യമായ എഫിഷ്യന്റ് റെഫ്രിജറന്റ് കൂളിംഗ് കൂടാതെ കണ്ടൻസേഷനും നൽകാൻ അനുവദിക്കുന്നു. സൈക്കിൾ കണ്ടിന്യൂവേഷൻ. കണ്ടൻസറിന്റെ ലിക്വിഡ് റെഫ്രിജറന്റ് എവാപ്പറേറ്ററിലേക്ക് പ്രവേശിക്കുന്നു. ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടും സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നു. ടാസ്ക് 5. വിൻഡോ എസിയിലും സ്പ്ലിറ്റ് എസിയിലും ഉപയോഗിക്കുന്ന കണ്ടൻസർ ഏത് തരത്തിലുള്ളതാണെന്ന് തിരിച്ചറിയുക. വിൻഡോ എസികളും സ്പ്ലിറ്റ് എസിയും സാധാരണ ഉപയോഗിക്കുന്നത് എയർ കൂൾഡ് കണ്ടൻസറുകളാണ്. എന്നിരുന്നാലും അവയുടെ കോൺഫിഗറേഷനുകളിൽ മാറ്റമുണ്ടായിരിക്കും. വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുക. വിൻഡോ എസി. വിൻഡോ എസികളുടെ എല്ലാ കോമ്പനന്റുകളും കണ്ടൻസർ ഉൾപ്പെടെ ഒരു കേസിനുള്ളിൽ ഉൾക്കൊള്ളിക്കും. വിൻഡോ എസി കണ്ടൻസറിന്റെ വർക്കിംഗ് പ്രൊസീജിയർ. റെഫ്രിജറന്റ് കംപ്രഷൻ.
ഗ്യാസ് ഫോമിലേക്കുള്ള റെഫ്രിജറന്റ് റൂമിൽ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്ത് അത് കംപ്രസ് ചെയ്യപ്പെടുന്ന കംപ്രസറിൽ പ്രവേശിക്കുന്നു. കണ്ടൻസേഷൻ. ഹൈ പ്രഷർ ഹോട്ട് റെഫ്രിജറന്റ് ഗ്യാസ് പുറത്തുള്ള കോയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അവിടെ അത് ലിക്വിഡിലേക്ക് കണ്ടൻസ് ആയതിനു ശേഷം ഹീറ്റ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളും. എക്സ്പാൻഷൻ വാൽവ്. ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറന്റ് ഒരു എക്സ്പാൻഷൻ വാൽവിലൂടെ കടന്ന് അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും കുറയ്ക്കും. എവാപ്പറേഷൻ. ലോ പ്രഷർ ലിക്വിഡ് റെഫ്രിജറന്റ് റൂമിന്റെ എവാപ്പറേറ്ററിലേക്ക് കടക്കും. എന്നിട്ട് ഇൻഡോർ ഹീറ്റും കൂളിംഗ് എയറും അബ്സോർബ് ചെയ്യും. സൈക്കിൾ കണ്ടിന്യൂവേഷൻ. അതിനുശേഷം റെഫ്രിജറന്റ് സൈക്കിൾ റീസ്റ്റാർട്ട് ചെയ്യാൻ കംപ്രസറിലേക്ക് തിരിച്ചു പോകും. സ്പ്ലിറ്റ് AC. സ്പ്ലിറ്റ് ACകളിൽ കണ്ടൻസർ കംപ്രസറിനോട് കൂടി ഔട്ട്ഡോർ യൂണിറ്റിലാണ് വെച്ചിരിക്കുന്നത്. സ്പ്ലിറ്റ് ACയുടെ വർക്കിംഗ് പ്രൊസീജിയർ. ഇൻഡോർ യൂണിറ്റ്. ഇതിൽ എവാപ്പറേറ്റർ കോയിൽ, എയർ ഹാൻഡ്ലറോ അല്ലെങ്കിൽ ബ്ലോവറോ അടങ്ങിയിട്ടുണ്ട്. ഇൻഡോർ യൂണിറ്റും എയറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഔട്ട്ഡോർ യൂണിറ്റ്. കംപ്രസറും കൂടാതെ കണ്ടൻസർ കോയിലും അതിലുണ്ട്. ഇവിടെ അകത്തുനിന്നും അബ്സോർബ് ചെയ്ത ഹീറ്റാണ് പുറത്തെ അന്തരീക്ഷത്തിലേക്ക് തള്ളുന്നത്. റീക്യാപ്പ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഇവയെക്കുറിച്ചെല്ലാം അറിഞ്ഞു. ഒരു റെഫ്രിജറേറ്ററിന്റെ കണ്ടൻസർ തിരിച്ചറിയാൻ, ഒരു ബോട്ടിൽ കൂളറിന്റെ കണ്ടൻസർ തിരിച്ചറിയാൻ, ഒരു വിസിബിൾ കൂളറിന്റെ കണ്ടൻസർ തിരിച്ചറിയാൻ, ഒരു ഡീപ് ഫ്രീസറിന്റെ കണ്ടൻസർ തിരിച്ചറിയാൻ, ഒരു വിൻഡോ ACയുടെയും സ്പ്ലിറ്റ് ACയുടെയും കണ്ടൻസർ തിരിച്ചറിയാൻ. നിങ്ങൾക്കെല്ലാവർക്കും റെഫ്രിജറേറ്ററുകൾ, ബോട്ടിൽ കൂളർ, വിസിബിൾ കൂളർ, ഡീപ് ഫ്രീസറുകൾ, വിൻഡോ AC, സ്പ്ലിറ്റ് ACകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള കണ്ടൻസറുകളുമായി പരിചയത്തിലാകുന്ന പ്രോസസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. ബൈ.